മാസം ഗർഭിണിയായ പ്രിയ എന്ന പെൺകുട്ടിയെ വിളിച്ച് അവളുടെ അമ്മായിയമ്മ ചോദിക്കുകയാണ്, ഈ വീട്ടിലെ എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യണോ? നിനക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലേ? രാത്രി മുഴുവൻ അടിവയറ്റി നല്ല വേദനയായിരുന്നു. താൻ ഉറങ്ങിയിട്ടില്ലെന്നും വേണമെങ്കിൽ ഭർത്താവിനോട് ചോദിച്ചു നോക്കാനും പ്രിയ മറുപടി പറയുന്നു. അവനോട് ചോദിച്ചാൽ അവൻ നിനക്കല്ലേ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് അമ്മായിയമ്മ താഴേക്ക് പോകുന്നു. പ്രിയ താഴേക്ക് വന്ന് അമ്മായിയമ്മയ്ക്ക് ചായ ഇട്ട് കൊടുക്കുന്നു. ഈ സമയം കടയിൽ പോയി വന്ന അവളുടെ ഭർത്താവ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഹൽവയുമായി വരുന്നു. അവൾ അത് സന്തോഷത്തോടെ കഴിക്കുമ്പോൾ അമ്മായിയമ്മ ദേഷ്യപ്പെടുന്നു. ഗർഭിണികൾ കറുത്ത നിറത്തിലുള്ളതൊന്നും കഴിക്കാൻ പാടില്ല, കാരണം കുഞ്ഞ് കറുത്തു പോകും. എന്തിനാണ് എപ്പോഴും അവളെ ഇങ്ങനെ കുത്തി സംസാരിക്കുന്നതെന്ന് ഭർത്താവ് ചോദിക്കുമ്പോൾ സത്യമല്ലേ പറഞ്ഞത്, ഇവളെ പോലെ കുഞ്ഞ് കറുത്തു പിറന്നാൽ എന്ത് ചെയ്യും എന്ന് അമ്മായിയമ്മ തിരിച്ചടിക്കുന്നു. കറുത്തത് കഴിച്ചാൽ കുഞ്ഞ് കറുപ്പാകുമെങ്കിൽ ഈ ഹൽവ മുഴുവൻ ഞാൻ തന്നെ കഴിക്കും. എന്റെ കുഞ്ഞ് കറുപ്പായി തന്നെ ജനിക്കട്ടെ എന്ന് പ്രിയ തറപ്പിച്ച് പറയുന്നു. കുറച്ചു കഴിഞ്ഞ് അവളുടെ നാത്തും വരുന്നു. പ്രിയയോട് വിശേഷങ്ങൾ ചോദിച്ച ശേഷം അവൾ കുങ്കുമപ്പൂവും പഴങ്ങളും നൽകുന്നു. ഇത് പാലിൽ കലക്കി കുടിച്ചാൽ കുഞ്ഞ് നല്ല നിറത്തിൽ ജനിക്കുമെന്ന് നാത്തുൻ പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, ദൈവം തീരുമാനിക്കുന്നത് പോലെ കുഞ്ഞ് ജനിക്കട്ടെ എന്ന് പ്രിയ മറുപടി നൽകുന്നു. അമ്മായിയമ്മ വീണ്ടും പരിഹസിക്കും, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളും വെളുത്തവരാണ്, നിന്നെ പോലൊരു കുഞ്ഞ് ഈ വീട്ടിൽ വേണ്ട. അന്ന് രാത്രി പ്രിയയ്ക്ക് പ്രസവ വേദന വരികയും ഭർത്താവ് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് അമ്മായിയമ്മ ഭീഷണിപ്പെടുത്തുന്നത്, ജനിക്കുന്ന കുഞ്ഞ് കറുത്തതാണെങ്കിൽ നീ ഈ വീടിന്റെ പടി ചവിട്ടരുത്. അങ്ങനെ കുഞ്ഞ് ജനിക്കുന്നു, അത് നല്ല വെളുത്ത കുഞ്ഞായിരുന്നു. ഇതറിഞ്ഞ അമ്മായിയമ്മയും നാത്തൂനും കാണാൻ വരുന്നു. അമ്മ ആഗ്രഹിച്ചതുപോലെ കുഞ്ഞ് വെളുത്തതാണ് എന്ന് നാത്തൂൻ പറയുന്നു. അമ്മായിയമ്മ കുഞ്ഞിനെ എടുക്കാൻ ചെന്നതും പ്രിയ അവരെ തടയുന്നു. എന്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത്, കറുത്ത കുഞ്ഞാണെങ്കിൽ വീട്ടിൽ കയറ്റില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. ഇത് കേട്ട ഭർത്താവും ഭാര്യയുടെ കൂടെ നിൽക്കുന്നു. ഞാനും ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല. ഇത് കേട്ട് ഞെട്ടിയ നാത്തൂൻ, അമ്മ ഇനി ആര് നോക്കും, നീ അമ്മയുടെ മകളല്ലേ, നീ കൊണ്ടുപോയി നോക്ക് എന്ന് പ്രിയ മറുപടി നൽകി. എന്നാൽ തനിക്ക് നോക്കാൻ കഴിയില്ലെന്ന് നാത്തും കൈമലർത്തുന്നു. അപ്പോഴാണ് അമ്മായിയമ്മയ്ക്ക് തന്റെ മകളുടെയും മരുമകളുടെയും സ്വഭാവം മനസ്സിലാകുന്നത്. താൻ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ മരുമകളോട് മാപ്പ് ചോദിക്കുന്നു.